സീരീസിലേക്ക് ഒരു പുതിയൊരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. ആദ്യം തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് യു കെൻ കോൾ ഇറ്റ് ആസ് ദ നീഡ് ഓഫ് ദി ഹവർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്നത്തെ പോളിഗ്രാഡ് അപ് ടു ഡേറ്റ് സീരീസിന്റെ വെബിനാർ സെഷൻ, വിച്ച് ഇസ് കരിയേഴ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നത് പോലെ പോളിഗ്രാഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു platform is basically one which focuses on giving coaching or giving preparation for UGC, NET, JRF, as well as CET, PG and CET, UG. ഇതിനൊക്കെ വേണ്ടി എല്ലാവരെയും തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വേറിട്ടുള്ള പല പല മാർഗങ്ങൾ, പല പല രീതികളൊക്കെ എക്സ്പീരിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിമെന്റ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒത്തിരിയധികം എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒരു ഡ്രീം കം ട്രൂ ആണ് ബേസിക്കലി പോളിഗ്രാഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ എന്നാൽ ഇത്തരത്തിലുള്ള നാഷണൽ ലെവൽ എക്സാംസിന്റെ കോച്ചിങ് എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വേറിട്ടുള്ള മേഖലകളെല്ലാം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കൂടെ പരിശ്രമിക്കുന്നുണ്ട് പോളിഗ്രാഡ് എന്നുള്ളതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഈ പോളിഗ്രാഡ് അപ് ടു ഡേറ്റ് സീരീസ് എന്ന് പറയുന്നത്. സോ ഈ ഓരോ ആഴ്ചയിലും ഓരോരോ ആനുകാലിക പ്രസക്തിയുള്ള ടോപ്പിക്കുകൾ, അത് ആ മേഖലകളിൽ വളരെയധികം എമിനന്റ് ആയിട്ടുള്ള ഒത്തിരിയധികം വ്യക്തികൾ കഴിഞ്ഞ കുറെ ആഴ്ചകളിലായിട്ട് നമുക്ക് ഇതേപോലെ ഓരോരോ സീരീസ്, ഓരോരോ ടോക്ക്, ഓരോരോ വെബിനാർസിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ ഇസ് ഓൺ കരിയേഴ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. ആൻഡ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ ടോപ്പിക് ഡീൽ ചെയ്യുന്നത്, നമ്മുടെ ഈ സെഷൻ റൺ ചെയ്യാൻ പോകുന്നത് കണ്ണൻ രഘുനാഥൻ സാറാണ്. So, and once you learn about his profile, you'll realize that there's no better person out there who will be, who's better than him to talk about this topic. So, Tony Blair Institute for Global Change in the Generation Global South Asian Region Partnership Coordinator ആണ് കണ്ണൻ സർ. ഇതിനു മുമ്പ് ഇദ്ദേഹം യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കിന്റെ ഗ്ലോബൽ സ്കൂൾസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കൂടി ഉണ്ടായിട്ടുണ്ട്. സിംഗപ്പൂരിലെ നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ എസ് രാജരത്നം സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിൽ നിന്ന് ഏഷ്യൻ സ്റ്റഡീസ്, അതേപോലെ ഇന്റർനാഷണൽ റിലേഷൻസിൽ മാസ്റ്റേഴ്സും നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. സോ ഇത്രയും അധികം ഇന്റർനാഷണൽ എഡ്യൂക്കേഷന് വേണ്ടി ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്ന, ഇത്രയും അധികം ഇന്റർനാഷണൽ എക്സ്പോഷർ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ വെബിനാർ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്, വിച്ച് വി ആർ really grateful for. And so what I realize right now is that there is no better person out there who is better than him to talk about this topic. സോ ഇനി അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാറിന്റെ ടോക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതീവ തൽപരരായിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ കണ്ണൻ സർ, we are extremely excited to have you here with us today. So I extend my heartful welcome to you. Thank you for joining us in Polygrad Up to Date series. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ സെഷൻ കേൾക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന Polygrad family fellow members as well as others who have joined us today, എല്ലാവർക്കും വളരെ enlightening ആയിട്ടുള്ള, വളരെ enriching ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇന്നത്തെ സെഷനിലൂടെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക കൂടിയാണ്. സോ വെൽക്കം എവറിബഡി once again, and Kannan sir, let me just welcome you once again. So over to you, sir. Thank you. Thank you Meenu for the warm introductions. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ first of all, thank you so much for the opportunity. I think ആദ്യമായിട്ടാണ് പോളിഗ്രാഡിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാക്കാൻ സാധിക്കുന്നത്. So I really appreciate Rafi for extending the invitation. And I think ഈ ഒരു സെഗ്മെന്റ് ഓഫ് പ്രോഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. എസ്പെഷ്യലി ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നുണ്ടെങ്കിൽ പോലും അവർക്കിടയിൽ ഒരു ഇൻഫർമേഷൻ അസിമെട്രി ഉണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ച സാഹചര്യത്തിൽ നിന്ന് വന്നപ്പോഴാണെങ്കിലും കൃത്യമായൊരു മെന്ററിങ്ങിൻ്റെയോ കൃത്യമായൊരു ഇൻഫർമേഷൻ്റെ അവൈലബിലിറ്റിയുടെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം സബ്ജക്ട് എക്സ്പേർട്ടിനെ കൊണ്ടിട്ട് ഇതുപോലുള്ള സെഷൻസ് നടത്തുന്നതിൽ ഇതൊരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവാണ്. സോ താങ്ക് യു സോ മച്ച് അഗെയിൻ ഫോർ ഹാവിങ് മീ. തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു 30 മിനിറ്റ് ഞാൻ സംസാരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. തുടക്കത്തിൽ എന്നെ പറ്റിയുള്ള ഇൻട്രഡക്ഷൻ പറയാം, എൻ്റെ പ്രൊഫൈൽ എന്താണ്,
കുറച്ച് ഓൾറെഡി മീനു കവർ ചെയ്തു. ബട്ട് സ്റ്റിൽ എൻ്റെ എക്സ്പീരിയൻസുകൾ കൂടുതൽ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനുശേഷം ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന ഫീൽഡിനെ പറ്റി ചെറിയൊരു ഓവർവ്യൂ തരാം. ഏതൊക്കെ സെക്ടേഴ്സാണ് ഉള്ളത്, ഏതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. സമയം കുറവായതുകൊണ്ട് ഓരോ ഫീൽഡിലേക്കും പറ്റി സ്പെസിഫിക് ആയിട്ട് പറയാൻ നമുക്ക് സമയമുണ്ടോ എന്നറിയില്ല. എങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെ ഫീൽഡിലാണ് ഉള്ളത് എന്നുള്ളതൊന്ന് കവർ ചെയ്ത് പോകാം. തീർച്ചയായിട്ടും അവസാന ഭാഗം നിങ്ങളൊരു പുതിയ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാം, അതിലുള്ള എൻ്റെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ടിപ്സ് ആൻഡ് സജഷൻസ് അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത് കവർ ചെയ്യുക. 30 minutes കഴിഞ്ഞിട്ട് ഐ വിൽ ബി ഹാപ്പി ടു ആൻസർ എനി ക്വസ്റ്റ്യൻസ് യു മൈറ്റ് ഹാവ്. സോ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഞാനും കേരളത്തിലാണ് സ്കൂളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തു. ഞാനൊരു ബയോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള സബ്ജക്റ്റിലേക്ക് മാറുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എനിക്ക് അപ്പോൾ തന്നെ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി എന്നുള്ള ടീം അല്ലെങ്കിൽ പാഷൻ അതിൻ്റെ ഭാഗമായിട്ടാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിലേക്ക് എടുത്തത് തന്നെ. ആ എടുത്തതിന് ശേഷം കൃത്യമായിട്ട് ഒബ്വിയസ്ലി ഒരു നല്ലൊരു ശതമാനം പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികളുടെയും ആഗ്രഹം പോലെ തന്നെ സിവിൽ സർവീസ് എന്നുള്ള ഒരു മേഖലയിലേക്ക് പോകാനായിരുന്നു താല്പര്യം. അപ്പോൾ ആദ്യത്തെ ഒരു 3 വർഷം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തൊരു 5 വർഷ കോഴ്സിലാണ്, UG + PG കമ്പൈൻഡ് ആയിട്ടുള്ള കോഴ്സിലാണ്. അങ്ങനെ ആദ്യത്തെ ഒരു 3 വർഷം സിവിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനുവേണ്ടി കോച്ചിങ് എടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. പക്ഷേ ആദ്യത്തെ ഒരു 3 വർഷത്തിന് ശേഷം കുറച്ചുകൂടെ എക്സ്പോഷർ ലഭിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഇപ്പം നമുക്ക് സൊസൈറ്റിയിലേക്ക് ഗീവ് ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് മാത്രമല്ല ഒരു വഴി, മറ്റു പല ഓപ്പർച്യൂണിറ്റികളും നമ്മളെപ്പോലുള്ള ആളുകൾക്കുണ്ട്, സ്റ്റുഡൻസിനുണ്ട് എന്ന് മനസ്സിലാക്കിയത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ്. ആ സമയത്താണ് പല പല കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിലേക്ക് ഗീവ് ബാക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ കൃത്യമായൊരു ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അന്നുണ്ടായിരുന്നു. ആർക്ക് എന്ത് ചെയ്താൽ നന്നായിരിക്കും, നമ്മുടെ സ്കിൽ സെറ്റ് എന്തായിരിക്കും എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന സമയമായിരുന്നത്. ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ആസ് എൻ ഇൻസൈറ്റ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് അതേഴ്സ് ഇസ് വെൽ ഈസ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു 4th ഇയർ അല്ലെങ്കിൽ PG ഫസ്റ്റ് ഇയർ ഞാൻ ചെയ്ത കാര്യം ഒരേ സമയത്ത് തന്നെ പല പല കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് വർക്ക് ചെയ്ത് എന്താണോ അത് കരിയർ ഫീൽഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പലതായിട്ട് ആർട്ടിക്കിളുകൾ എഴുതി പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു. അത് ആദ്യത്തെ ഒരു എഫേർട്ടായിരുന്നു. ആദ്യം ഒരുപാട് ആർട്ടിക്കിൾ എഴുതിയതല്ല, അതുപോലെ തന്നെ റിജക്റ്റ് ആയിട്ട് വന്നു. ഒരുപാട് പിച്ചുകൾ കൊടുത്തു, റിജക്റ്റ് ആയിട്ട് വന്നു. പിന്നെ പബ്ലിഷിങ് കുറേ മെച്ചപ്പെട്ടു വന്നു. കുറേ ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യാൻ പറ്റി. ഡിപ്ലോമാറ്റ് പോലുള്ള ഫോറംസിൽ നമുക്ക് ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഭാഗത്ത് നടന്നുകൊണ്ടപ്പോൾ തന്നെ അടുത്ത ഭാഗത്ത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പുകൾ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഒരു തോട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലും ഡൽഹിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈനീസ് സ്റ്റഡീസിലും ഒക്കെ ഇന്റേൺഷിപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെയുള്ളിടത്തുനിന്നും പലയിടത്തുനിന്നും നമുക്ക് കിട്ടുന്നത് പല സ്കിൽ സെറ്റ്സ് ആണ് എന്നുള്ളൊരു തോന്നലിൻ്റെ പേരിലാണ് എല്ലാം ചെയ്തു നോക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഗിവ് ബാക്ക് ടു സൊസൈറ്റി എന്നുള്ളൊരു ഐഡിയയിൽ തന്നെ പല പല വോളണ്ടിയർ വർക്കുകൾ ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ നിലവിൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ UN-ന്റെ SDS-ന്റെ ഭാഗമായിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസ വിഭാഗത്തിൻ്റെ ഭാഗമായൊരു ഫെലോഷിപ്പ് നാട്ടിൽ ചെയ്യാൻ സാധിച്ചു. അതൊക്കെയാണ് കോംപ്രിഹെൻസീവായിട്ട് അടുത്തൊരു പ്രൊഫൈൽ നമുക്ക് ബിൽഡ് ചെയ്യുന്നതിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയത്. പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഇന്റേൺഷിപ്പുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വോളണ്ടിയർ വർക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു. അപ്പം സ്റ്റുഡൻസ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സമയമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം. ഈ ഇമ്പോർട്ടൻറ്റ് ടൈമിൽ നിങ്ങൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിൽ കൂടുതൽ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലേക്ക് ഒരു കരിയർ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതിനെ പറ്റിയുള്ള കൃത്യമായ ബോധ്യം ഇല്ലെങ്കിൽ പോലും എല്ലാം ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എടുത്തിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ ബെസ്റ്റായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്, ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തുക എന്നുള്ളതാണ് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം ഈ പ്രൊഫൈലുകളൊപ്പത്തോടെ തന്നെ എനിക്കൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പം ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി QS റാങ്കിങ്ങിൽ 15ാം റാങ്ക് നിലവിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ യൂണിവേഴ്സിറ്റികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം പോരാ, ഇവിടുത്തെ ഭീമമായ ഫീസ് താങ്ങുക എന്നുള്ളത് അടുത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പുകളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ചിന്തിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ കൃത്യമായ ഒരു വഴിയിൽ കൂടെ തന്നെ ഒരു സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുത്തു. 2-3 യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്തു. ഒരുപാടിടത്ത് റിജക്ഷനുകൾ വന്നു, ചിലയിടത്ത് ആക്സെപ്റ്റൻസ് കിട്ടി, ചിലയിടത്ത് പക്ഷേ സ്കോളർഷിപ്പ് കിട്ടിയില്ല. അവസാനം RSIS രാജരത്നം സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ്, NTU
സിംഗപ്പൂർ ഗവൺമെൻറ് കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഫുൾ സ്കോളർഷിപ്പോട് കൂടി MSc ഏഷ്യൻ സ്റ്റഡീസ്, ഇന്റർനാഷണൽ റിലേഷൻസിൽ സ്പെഷ്യലൈസേഷൻ ഇൻ ഏഷ്യൻ സ്റ്റഡീസിൽ ഒരു മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് കൂടെ വർക്ക് ചെയ്യാനും ഒരു പ്രൊഫസറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും സാധിച്ചത് മൂലം റിസർച്ചിൽ കൂടുതൽ എക്സ്പോഷർ കിട്ടി. അതെല്ലാം കൂടെ ചേർത്ത് അതിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ, മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ ജോലി കിട്ടുക എന്നുള്ളതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. നോർമലി സ്റ്റുഡൻസ് ബുദ്ധിമുട്ടുന്നതിൻ്റെ പല പല കാര്യങ്ങളിലൊന്ന് നമ്മുടെ പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പം നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടുത്തെ നെറ്റ്വർക്കുകൾക്കും അവിടെ കൂടുതൽ മൾട്ടിക്കൾച്ചറൽ എൻവയോൺമെൻറ്റ് പഠിക്കാൻ സാധിച്ചതുകൊണ്ടും രണ്ടാമതൊരു എക്സ്പോഷർ കിട്ടിയത് കൊണ്ടും തിരിച്ചൊരു ജോലി കിട്ടുക എന്നുള്ള ബുദ്ധിമുട്ടായിരുന്നില്ല. മീൻവൈൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോൾ തന്നെ ചെറിയൊരു ഫെലോഷിപ്പ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു UN-ൻ്റെ. അപ്പം UNSDSൻ്റെ ആ പ്രൊജക്റ്റ് നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചത് സബ്മിറ്റ് ചെയ്തതുകൊണ്ട് അവർ തന്നെ അവരുടെ ഒരു വോളണ്ടിയർ പ്രൊജക്ട് ഓഫീസറായിട്ടൊരു പ്രൊമോഷൻ മുതൽ കിട്ടാനും അതിനിടയിൽ സാധിച്ചു. അപ്പോൾ പുറത്ത് ഒരു നാട്ടിൽ പഠിക്കാൻ പോയപ്പോൾ, സിംഗപ്പൂർ പഠിക്കാൻ പോയപ്പോൾ ഈ പ്രൊജക്റ്റും കൂടെ സൈഡിൽ ചെയ്തുകൊണ്ട് ആ ഒരു മൾട്ടി കൾച്ചറൽ എക്സ്പീരിയൻസിൽ ഇതും കൂടെ കോൺട്രിബ്യൂട്ടായി. ഇതെല്ലാം എനിക്ക് ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൗത്ത് ഏഷ്യ റീജിയനിലെ പാർട്ട്ണർഷിപ്സ് മാനേജ് ചെയ്യുന്നതിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായി. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നതിന് കാരണം പല പല കാരണങ്ങളോ അല്ലെങ്കിൽ പല പല സ്ട്രാറ്റജികളോ ആണ് ഒരു പക്ഷേ ഒരു രീതിയിലല്ലേ മറ്റു രീതിയിൽ ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീൽഡാണ്. ആ ഫീൽഡിലേക്ക് പറയുക അല്ലെങ്കിൽ ആ ഫീൽഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുക എന്നുള്ളതിനാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാനിത് പറഞ്ഞത്, എൻ്റെ ഒരു പ്രൊഫൈലിനെ പറ്റി പറഞ്ഞത്. എനിക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. പക്ഷേ എല്ലാം ട്രൈ ചെയ്തതുകൊണ്ട് ഏതൊക്കെ സ്കിൽ സെറ്റ് കൃത്യമായി യൂസ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയത് എല്ലായിടത്തും പോയി എക്സ്പോഷർ കിട്ടിയത് കൊണ്ടാണ്. എൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്ക് ആകണമെന്നില്ല, പക്ഷേ ഇത് ഒരു സ്ട്രാറ്റജിയാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൽ ഇനി കൂടുതൽ എംഫസിസ് കൊടുക്കേണ്ട ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഫീൽഡിനെ പറ്റിയാണ്. ഇത് വളരെ ബ്രോഡറായ ഒരു ടേമാണ്. പല സെക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കരിയർ ഫീൽഡാണ്, ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ്. ഇതിൽ ഡിഫറെൻറ്റ് ടോപ്പിക്സ് വരും. ചിലപ്പം എഡ്യൂക്കേഷൻ വരാം, ഹെൽത്ത് കെയർ വരാം, ജെൻഡർ ഇക്വാലിറ്റി വരാം, സസ്റ്റൈനബിലിറ്റി വരാം. അങ്ങനെ പല ടോപ്പിക്കുകളും കൂടെ വരുന്ന ഒരു ഇതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഗ്ലോബൽ ഇഷ്യൂസ് ഉണ്ട്. ആ ഗ്ലോബൽ ഇഷ്യൂസിനെ ടാക്കിൾ ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനുകൾ ഇന്റർനാഷണൽ ലെവലിൽ പല ഇനിഷ്യേറ്റീവുകൾ എടുക്കുന്നുണ്ട്. ഒவ்வொரு ഓർഗനൈസേഷനുകൾക്കും ഒவ்வொരു ഗ്ലോബൽ പ്രോബ്ലത്തെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗവാക്കാകുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റിൽ ഒരു കരിയർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇനി ഞാൻ വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റികൾ എന്താണെന്ന് ഒന്ന് പറഞ്ഞു പോകാം. പക്ഷേ ഞാനൊരു ഇന്റർനാഷണൽ NGO-യ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഫീൽഡിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയും. മറ്റ് ഫീൽഡിനെ പറ്റിയുള്ള അവസരങ്ങളെ പറ്റി എൻ്റെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്യാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഇന്റർനാഷണൽ NGO-കളെ പറ്റി പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര ലെവലിൽ പ്രവർത്തിക്കുന്ന NGO-കൾക്ക് ഇന്ത്യയിൽ ഓഫീസുള്ള NGO-കളുണ്ട്. ഇന്ത്യയിൽ ഓഫീസ് മാത്രമല്ലാതെ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുമുണ്ട്. ഇതിലെല്ലാം ആദ്യത്തെ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി ഇതിലേക്ക് ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ഡയറക്റ്റ്ലി ഒരു ജോബായിട്ട് തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഒരു എൻട്രി ലെവൽ കരിയർ പ്രൊഫഷണൽ ആണെങ്കിൽ ഡയറക്റ്റ് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നടക്കില്ലെന്നല്ല, നടക്കും, പക്ഷെ സാധ്യത കുറവാണ്. അതിന് ഏറ്റവും അടിസ്ഥാനമായ നല്ല വഴി എന്നുള്ളത് അവിടെ ഇന്റേൺഷിപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ തന്നെ ലോങ് ടൈം ഇന്റേൺഷിപ്പുകൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഇന്റേൺഷിപ്പുകൾ അവിടെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിലേക്കൊരു ഫുൾ ടൈം ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ദ ചിൽഡ്രൻ ഇന്റർനാഷണൽ, വേൾഡ് വിഷൻ, അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷനുകൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഓർഗനൈസേഷനുകളിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പുകൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിൽ തുടങ്ങാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഗവൺമെൻറ് ഏജൻസികൾ ഒരു പുതിയ എമർജിംഗ് ഫീൽഡാണ്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് മിനിസ്ട്രികൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരുപാട് മിനിസ്ട്രികൾ ഇപ്പോൾ ഒരുപാട് യങ് പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇതൊരു കോൺട്രാക്ച്വൽ പൊസിഷൻസ് ആയിരിക്കും. 1 ഇയറിലേക്കോ 2 ഇയറിലേക്കോ ചെയ്യാവുന്ന കോൺട്രാക്ച്വൽ പൊസിഷൻസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുകയാണ് പോളിസി മേക്കിങ്ങിൽ അല്ലെങ്കിൽ പോളിസി അനാലിസിസുകളിൽ. ഇത് ഓരോ മിനിസ്ട്രികളുടെ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഏജൻസികൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലേക്ക് പോകാനുള്ള അടുത്തൊരു വഴി. മൂന്നാമത്തെ വഴി ഒബ്വിയസ്ലി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്, മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ് ആണ്. UN-ന്റെ കീഴിലുള്ള അംബ്രല ഓഫ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് പോലുള്ള ഓർഗനൈസേഷനുകൾ, OECD, UN-ന്റെ കീഴിൽ തന്നെ വരുന്ന UNEP, UNDP, UNOPS, അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷനുകളിൽ ജോലി ചെയ്യാനും സാധ്യതയുണ്ട്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ എന്റർപ്രൈസുകളാണ്.
നോർമലി NGO-കളെ പറ്റി സംസാരിക്കുമ്പോൾ NGO-കൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്. സോഷ്യൽ എന്റർപ്രൈസുകൾ ഫോർ പ്രോഫിറ്റ് ആണ്. പക്ഷെ ഒരു ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ഒരു ഫീൽഡിൽ കൊണ്ടുവന്ന് ഒരു സോഷ്യൽ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഒരു സോഷ്യൽ എന്റർപ്രൈസ്. ഇന്ത്യയിലൊക്കെ സെൽക്കോ പോലുള്ള കമ്പനികൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ബൈ മേക്കിംഗ് പ്രോഫിറ്റ് ചെയ്യുന്ന സംഘടനകളാണ്. അതിൽ കൂടെ എൻട്രി ലെവൽ കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ആദ്യം ഒരു ഇന്റേണായിട്ട് പോയിട്ട് റിസർച്ച് ആണ് നിങ്ങളുടെ ഫോർട്ടെ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ കൂടെ ഇതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം കൺസൾട്ടൻസികളാണ്. ഷോർട്ട് ടൈം കൺസൾട്ടൻസികൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന് വേണ്ടി ചെയ്യാമെന്നുള്ളതാണ്. ചെറിയ കൺസൾട്ടൻസികൾ 10 ദിവസം നിൽക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ UN വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ UN വോളണ്ടിയേഴ്സ് കിട്ടും. UN വോളണ്ടിയേഴ്സിന് ഓഫ്ലൈനും ഓൺലൈനുമായിട്ടുള്ള ഒരുപാട് ഷോർട്ട് ടൈം കൺസൾട്ടൻസികളുണ്ട്. ഇത് ഒരിക്കലും പെയ്ഡ് ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല എക്സ്പോഷർ കിട്ടും. ഒരു UN-ന്റെ ഒരു ചെറിയ വിങ്ങിന് വേണ്ടി ഒരു പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു RFP തയ്യാറാക്കി കൊടുക്കാനോ അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് അതിൽ കൂടെ ലഭിക്കുന്നത്. ഇതാണ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലുള്ള പല സാധ്യതകൾ. ഇത് മാത്രം, ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു ദിസ്. വേറെയും ഉണ്ട്, വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഇതൊക്കെയാണ് കുറച്ച് എക്സ്പീരിയൻസുകൾ ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ പല ഏരിയകളിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലവൻസ് വരുന്ന സാഹചര്യമാണ്. മൈഗ്രേഷൻ പോലുള്ള ടോപ്പിക്കുകളിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടക്കുന്നുണ്ട്. ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ. ഫോർ എക്സാമ്പിൾ ഞാൻ ജനറേഷൻ ഗ്ലോബൽ എന്ന ഒരു ടോണി ബ്ലാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിദ്യാഭ്യാസ വിഭാഗം നമ്മൾ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യയിൽ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയുടെ യങ് പീപ്പിളിന് എംപ്ലോയബിലിറ്റി സ്കിൽസ് വളരെ കുറവാണ്. എങ്ങനെ ഇവരുടെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, അവരെ എങ്ങനെ എംപ്ലോയബിൾ ആക്കാം, എങ്ങനെ അവരുടെ 21st സെഞ്ചുറി സ്കിൽസ് ഹോൺ ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രോബ്ലം. ഇതുപോലെ തന്നെ പല എമേർജിങ് ഏരിയാസ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ആസുള്ളൊരു ഫീൽഡിലേക്കുണ്ട്. ഇത് രണ്ടാണ് ആദ്യം എനിക്ക് കവർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നത്. എന്നെപ്പറ്റി ഞാൻ പറഞ്ഞു, ഈ ഒരു ഫീൽഡ് എന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റിൽ നിങ്ങൾക്കൊരു കരിയർ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, പാഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കരുത്. നിങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. രണ്ടാമത്തെ കാര്യം ലൊക്കേഷനാണ്. ഒരു ജോലിയുടെ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ആദ്യമേ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ള കാര്യം ആദ്യമേ ചിന്തിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു റൂമിലിരുന്ന് റിസർച്ച് ചെയ്യാനാണ് ജീവിതകാലം മുഴുവൻ താല്പര്യമെങ്കിൽ ആ റിസർച്ച് കൊണ്ട് നിങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാകും. അതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചിന്തിക്കുക. അതോ ഗ്രൗണ്ടിൽ ഇറങ്ങി സർവേയിങ് ആണോ ചെയ്യേണ്ടത്, അതാണോ നിങ്ങളുടെ താല്പര്യം, അത് ജീവിതകാലം മുഴുവൻ അത് ചെയ്യാനാണോ താല്പര്യം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതോ ഒരു ഓൺലൈനിൽ നിന്ന് പാർട്ട്ണർഷിപ്സ് മാനേജ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ട് വിസിറ്റ് ചെയ്ത് അവിടെ പാർട്ട്ണർഷിപ്സ് ബിൽഡ് ചെയ്യുന്നതാണോ നിങ്ങളുടെ താല്പര്യം എന്നുള്ളത് ഇതാക്കുക. ആദ്യം തന്നെ ഒരു തീരുമാനമെടുക്കുക. ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ ആദ്യം നോക്കിയാൽ തന്നെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം. പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ എങ്ങനെ കോമ്പീറ്റൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിൽ ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ എൻട്രി ലെവൽ കരിയറോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കാം. ഇതിലേക്ക് വേണ്ടി 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഇതിൽ അടിസ്ഥാനമായിട്ട് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്നുള്ളൊരു കരിയർ ഫീൽഡിലേക്ക് പോകുന്നതിനേക്കുള്ള ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് കൃത്യമായ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല എക്സ്പോഷർ കിട്ടും. അതുപോലെ തന്നെ പല മേഖലകളിലുള്ള കുട്ടികൾ ഇതിനെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഡെവലപ്മെന്റ് എക്സ്റ്റൻഷൻ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾ വരും. അപ്പം പല മേഖലയിലുള്ള ആളുകൾ ഈ ഒരു ടോപ്പിക്കിൽ ജോലി ചെയ്യാൻ വരാനുള്ള കോമ്പറ്റീഷൻ നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങളുടെ ചെറിയ കൊഹോട്ടിനെ അല്ല നിങ്ങൾ കോമ്പറ്റീഷനായിട്ട് കാണേണ്ടത്, അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പാണ്. അപ്പം എഡ്യൂക്കേഷൻ എവിടെ ചെയ്യുന്നു, എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു യൂണിവേഴ്സിറ്റി വിൽ ബി ഓൾവേസ് ഹെൽപ്ഫുൾ. അത് നല്ല യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നുള്ള നിർബന്ധം ഉണ്ടായിട്ട് ഞാൻ പറയല്ല. പക്ഷെ നല്ല നെറ്റ്വർക്കുകൾ കിട്ടാൻ നല്ല റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഉറപ്പായിട്ടും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് റൂം എക്സ്പീരിയൻസ് കൂടെ ഇമ്പ്രൂവ് ആവും ഇഫ് ഇറ്റ് ഇസ് എ കോമ്പറ്റീറ്റീവ് യൂണിവേഴ്സിറ്റി. അത് കൂടാതെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. ആ പഠിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്കിൽ ഡെവലപ്മെന്റിൽ നിങ്ങളുടെ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ സ്കിൽ ഡെവലപ്മെന്റ് ഫോക്കസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.
പക്ഷേ പല പല സ്കില്ലുകൾ ഇങ്ങനെയുള്ള ജോലികൾക്ക്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലുള്ള ജോലികൾക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എംഫസിസ് ചെയ്യാവുന്നതുണ്ട്. ഈ സ്കില്ലുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ടെക്നിക്കൽ സ്കില്ലുകളായിട്ടും മറ്റേത് സോഫ്റ്റ് സ്കില്ലുകളായിട്ടും. ടെക്നിക്കൽ സ്കില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് പോലൊരു സാധനം പഠിക്കുന്നതോ അങ്ങനെയുള്ള സ്കില്ലുകൾ കൃത്യമായി പഠിക്കുന്നതിനെ പറ്റിയാണ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ കൂടുതലും നിങ്ങളുടെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഇപ്പം നെഗോഷിയേഷൻ ചെയ്യാനുള്ള സ്കിൽസ്, ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്, ക്രിട്ടിക്കൽ തിങ്കിങ് പോലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കില്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പ്രൊജക്ട് മാനേജ്മെന്റിൽ നിങ്ങളൊരു വലിയ പ്രൊജക്ട് മാനേജ് ചെയ്തോ എന്നൊരു എൻട്രി കരിയർ പ്രൊഫഷണലിനോട് ആരും ചോദിക്കില്ല. അവർ ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു ലീഡർഷിപ്പ് പൊസിഷൻ ചെയ്തോ, നിങ്ങളൊരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തോ, എൻഡ് ടു എൻഡ് മാനേജ്മെന്റ് തന്നെ ചെയ്തോ, അതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്തോ, അതിൻ്റെ അഡ്വക്കസി നിങ്ങൾ ചെയ്തോ, യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പയിൻ എൻഡ് ടു എൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ നിന്നോ കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. പിന്നുള്ളത് ഡേറ്റ അനാലിസിസ് പോലുള്ള സ്കില്ലുകളാണ്. നമ്പർ ക്രഞ്ചിങ് സ്കിൽസ്, ഒരുപാട് ഡേറ്റ കൊളക്ട് ചെയ്ത് അതിൽ നിന്ന് ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ. മൂന്നാമത്തെ ഒരു സ്കിൽസ് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ റിസർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും അതിൽ നിന്ന് ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യാനാണെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതി പബ്ലിഷ് ചെയ്യാനാണെങ്കിലും ഒരു ക്ലയൻറ്റുമായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സ്കില്ല് വളരെ അത്യാവശ്യമാണ്. പിന്നെ ചില ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റികളിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ഓൾസോ ഹെൽപ്സ് എ ലോട്ട്. ലൈക്ക് യുഎന്നിൻ്റെ 2 ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഒന്നായിട്ടുള്ള ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൾസോ റിയലി ലൈക്ക് ഹെൽപ്ഫുൾ ഫോർ യു. അതുകൂടാതെ തന്നെ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ലൈക്ക് ഡേറ്റ അനാലിസിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പവർ ബി ഐ പോലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുമ്പം സ്റ്റാറ്റ ആർ പോലുള്ള ടൂൾസ് പഠിക്കുന്നതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ സോഫ്റ്റ് സ്കിൽസ് അടുത്ത സൈഡിൽ വരുന്നൊരു കാര്യമാണ്. അത് ഇന്റർപേഴ്സണൽ ആണ്. അത് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആകുമ്പോൾ, കൂടുതൽ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യാം? ആദ്യത്തെ കാര്യം, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരോടും പറയുന്നൊരു കാര്യം, നിങ്ങൾ വളരെ ശക്തമായും നിങ്ങൾ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആക്കുക. അത് ഏത് ഫീൽഡിൽ ചെയ്യുക എന്നുള്ളതും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒരുപാട് ഓഫ്ലൈൻ ഇന്റേൺഷിപ്പുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഓൺലൈൻ ഇന്റേൺഷിപ്പുകളും കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. UN വോളണ്ടിയേഴ്സിൻ്റെ വെബ്സൈറ്റ് തന്നെ ഒരു നല്ല അവസരമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് എത്താനുള്ള നിങ്ങളുടെ വഴി എന്നുള്ളതാണ്. പണ്ട് കാര്യങ്ങളിൽ ആ ഇൻഫർമേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഒരുപാട് വെബ്സൈറ്റുകൾ അത് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് ഓപ്പർച്യൂണിറ്റി സെൽ അല്ലെങ്കിൽ ഓയോ ഓപ്പർച്യൂണിറ്റി പോലുള്ള ഒരുപാട് ഓൺലൈൻ പോർട്ടലുകൾ യൂത്തിനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റെലവൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലേക്ക് ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടത്തില്ല എന്നുള്ള ചിന്ത വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് കൃത്യമായ അനുഭവ പരിചയം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മളിലേക്കും എത്തും. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ നല്ല ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, പ്രൊഫൈൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെ അതിൽ കണക്ഷൻ ക്രിസ്റ്റൽ അക്സെപ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾ നാളെ പോകുന്ന അല്ലെങ്കിൽ നാളെ അസ്പയർ ചെയ്യുന്ന ഒരു ഫീൽഡിലേക്കുള്ള പ്രൊഫഷണൽസിനെ അതിൽ കണക്ഷൻസ് ആക്കുക. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ല, ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ മാത്രം കണക്ഷൻസ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അൽഗോരിതം ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കായിട്ടുള്ള റെലവൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ ഫീൽഡിലേക്ക് വരും. അതിനോടൊപ്പം തന്നെ അടുത്തൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അങ്ങനെ ഈ ഒരു പുറത്തെവിടെയും ഒരു കോൺഫറൻസ് നിങ്ങൾ പോവുകയാണെങ്കിലും ആളുകളോട് സംസാരിക്കുക, ഷൈനസ് മാറ്റി വെച്ചിട്ട് എന്നുള്ളത് അടുത്തൊരു വലിയ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഈ ലിങ്ക്ഡിനിലാണെങ്കിൽ തന്നെ റെലവൻ്റ് ആയിട്ടൊരു കണക്ഷൻ ആണെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവരെ ഒരുപാട് ബോധർ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ റീച്ച് ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടാനും ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ നാളെ ഒരു അവസരം കിട്ടാനും വളരെ ഉപകരിക്കും. ഇപ്പം എൻ്റെ ഒരു ഇന്റേൺഷിപ്പിൽ ഞാൻ ലാൻഡ് ചെയ്യുന്നത് ഞാൻ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചിട്ട് ഇന്ന പോലെ അവസരം ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടാണ്. അവിടെ അങ്ങനത്തെ അവസരം ഇല്ലായിരുന്നു, പക്ഷേ അവർ നമുക്ക് വേണ്ടി ഒരു ഇന്റേൺഷിപ്പ് തരാൻ തയ്യാറായി എന്നുള്ളതാണ് ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫൈലുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ യൂസ്നെസ്. ഈ 2 പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് യൂസേജ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഫെല്ലോഷിപ്പുകൾ, ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകൾ യൂത്തിന് വേണ്ടിയിട്ട് കൃത്യമായ ഫെല്ലോഷിപ്പുകൾ നടത്തുന്നുണ്ട് ഓരോരോ ടോപ്പിക്കൽ ഏരിയയിൽ. എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഹെൽത്ത് ആയിരിക്കാം,
സോഷ്യൽ ഇനിക്വാളിറ്റീസിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയുള്ള പല ഫെലോഷിപ്പുകളുണ്ട്. ടു നെയിം സം ഓക്സ്ഫാമിൻ്റെ യൂത്ത് ലീഡർഷിപ്പ് പ്രോഗ്രാംസ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ഓർഗനൈസേഷനുകൾ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഈ പ്ലാറ്റ്ഫോമുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂത്ത് ഓപ്പർച്യൂണിറ്റീസ് പോലുള്ള വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. ഇതാണ് കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം. 3, വോളണ്ടിയറിങ് ചെയ്യുക. യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ പ്രൊവാക്റ്റീവ് ആകുക എന്നുള്ളതാണ്. അതൊരു തെറ്റായ കാര്യമില്ല. നിങ്ങൾ അതിൽ മാക്സിമം പുറകിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നാളെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ CV-യിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഇപ്പോഴേ കരുതുക. യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം എൻഡ് ടു എൻഡ് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സക്സസ് ആയിരിക്കും. പിന്നുള്ളൊരു കരിയറിലേക്ക് കൊടുക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ഒരു ആൻസർ ആയിട്ട് പോലും പറയാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇത്രയുമാണ് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ അവസാനം എൻഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് അഡ്വൈസ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ എൻ്റെ ജേർണിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഫസ്റ്റ് കാര്യം, ഇപ്പം നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻ്റ് ആണ് നിങ്ങളുടെ ഫീൽഡെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കരിയർ ഫീൽഡ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഒരു മാസ്റ്റേഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അല്ലെ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. എല്ലാവർക്കും അത് ശരിയാവണമെന്നില്ല, പക്ഷെ അത് ട്രൈ ഔട്ട് ചെയ്യാവുന്നൊരു സ്ട്രാറ്റജിയാണ്. പിന്നെ സ്റ്റേയിങ് ഇൻഫോംഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് പോലെ തന്നെ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇൻഫർമേഷൻ, നിങ്ങളുടെ ഫീൽഡിലെ ഏറ്റവും പുതിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്താൻ ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളിലേക്ക് എത്താൻ ഇത് വളരെ ഉപകാരപ്പെടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ബി വെരി പ്രൊആക്റ്റീവ് എന്നുള്ളതാണ്. പ്രൊആക്റ്റീവ് എന്ന് പറയുമ്പോൾ ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്നതിൽ ഒരു നാണം വിചാരിക്കേണ്ട കാര്യമില്ല. സഹായം ചോദിക്കുന്നത് ഒരു മോശം കാര്യമല്ല. ആരോട് വേണമെങ്കിലും സഹായം ചോദിക്കാം. അതിൽ ഷൈനസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തില്ല. മൂന്നാമത്തെ കാര്യം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നോക്കുക. ഡെവലപ്മെൻറ്റ് ഫീൽഡാണ് നോക്കുന്നതെങ്കിൽ ഡെവെക്സ്, റിലീഫ് വെബ് പോലുള്ള, വേണമെങ്കിൽ ഞാൻ ലേറ്റർ ആഫ്റ്റർ ദ സെഷൻ ഞാൻ വേണമെങ്കിൽ ഈ ലിങ്ക്സിൻ്റെ ഒന്ന് കൊളക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഡെവെക്സ് അല്ലെങ്കിൽ റിലീഫ് വെബ് പോലുള്ള വെബ്സൈറ്റുകളിൽ പോയിട്ട് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ജോബ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഡെയിലി അപ്ഡേറ്റ് ആവുന്ന പോർട്ടലുകളാണ്. അങ്ങനെയുള്ള എൻട്രി ലെവൽ പൊസിഷനുകളുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നേഷൻ വോളണ്ടിയേഴ്സിൻ്റെ ഒക്കെ ചെറിയ ചെറിയ കൺസൾട്ടൻസീസ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ UN-ലേക്കുള്ളൊരു ജോബിലേക്ക് നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു കാര്യം, ട്രയൽ ആൻഡ് എറർ നോക്കുക. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്കിൽസ് ഉണ്ടാവും. അപ്പോൾ ഏത് സ്കിൽസാണ് നിങ്ങൾക്ക് കൃത്യമായി വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം പല കാര്യങ്ങൾ ചെയ്തിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫീൽഡിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത്. അവസാനത്തെ പോയിന്റ്, മാക്സിമം ഇന്റേൺഷിപ്പുകളെ ജോബായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ ഇന്റേൺഷിപ്പുകൾക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് കൊഹോർട്ട് ആയിരിക്കും. ആ വർഷം അല്ലെങ്കിൽ 6 മാസം മുമ്പൊക്കെ പാസ്സായിട്ടുള്ള ആളുകൾ മാത്രമേ അതിന് അപ്ലൈ ചെയ്യുള്ളൂ. UN പോലുള്ള സംഘടനകളാണെങ്കിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണമെന്നൊക്കെയുള്ളതാണ് കൃത്യമായത്. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇന്റേൺഷിപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആ ഇന്റേൺഷിപ്പുകൾ ഫുൾ ടൈം പൊസിഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് ഐ കവേർഡ് ലോട്ട് ലൈക്ക് ഐ ഷെയർഡ് അബൌട്ട് മൈസെൽഫ്. ആ ഒരു ഫീൽഡിനെ പറ്റി ഞാൻ പറഞ്ഞു, ഏതൊക്കെ ഫീൽഡിലാണുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കാം എന്നതിനെപ്പറ്റിയും പറഞ്ഞു, ഏത് സ്കിൽസ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ്. ഇത് എല്ലാം പറയുന്നില്ല എങ്കിലും ഒരു മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള അഡ്വൈസുകളും കവർ ചെയ്തു. I'll take a pause here. If anyone of you have any questions for me, I'll be happy to answer. Thank you. താങ്ക് യു സർ. നമുക്ക് ഇനി ഡിസ്കഷനിലോട്ട് പോകാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മൈക്ക് ഉപയോഗിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്ക് 30 മിനിറ്റ്സ് വരെ ഉണ്ട് ടൈം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. അശ്വിൻ പറയൂ. ഞാൻ അശ്വിൻ ചന്ദ്രൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MA IR ചെയ്യാണ്.
പറയൂ ഷൻ. ആ എന്റെ സംശയം എന്ന് വെച്ചാല് സാറ് UN സ്കോളർഷിപ്പിനെ പറ്റി പറഞ്ഞല്ലോ. UN സ്കോളർഷിപ്പുകളെ പറ്റിയല്ല, മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള സ്കോളർഷിപ്പുകളെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെന്തെങ്കിലും UN പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? UN ഡയറക്ട്ലി പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രം കണക്കാക്കേണ്ടതില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ഫെലോഷിപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഫെലോഷിപ്പ് എനിക്ക് അന്ന് ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു യൂസേജ് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്തത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു നീഷിലാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫീൽഡിലാണ് ഞാൻ ചെയ്തത്. അത് അശ്വിന് കൃത്യമായിട്ട് വർക്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ അശ്വിൻ്റെ ആസ്പിറേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓരോ ഫീൽഡിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫെലോഷിപ്പുകൾ ഉണ്ടോ എന്നിട്ട് ആ കൺട്രിയിൽ ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതൊക്കെ ഇൻഡിവിജ്വലി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ജനറൽ ബ്രോഡർ ഓവർവ്യൂ പോലെ എനിക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ ഫെലോഷിപ്പുകളാണ് UN കൊടുക്കുന്നത് എന്നുള്ളത്. പക്ഷേ എഡ്യൂക്കേഷൻ പോലുള്ള മേഖലകളിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ചോദിക്കാനാണെങ്കിൽ ഐ വുഡ് ബി ഹാപ്പി ടു ഷെയർ. ഒന്ന് SDSൻ്റെ ഗ്ലോബൽ സ്കൂൾസിൻ്റെ അഡ്വക്കസി പ്രോഗ്രാം ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ UNV യുണൈറ്റഡ് നേഷൻ വോളണ്ടിയേഴ്സിൻ്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റ് പൊസിഷൻസ് ഉണ്ട്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ പൊസിഷൻസ് ഉണ്ട്, ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസിന് ഉള്ള പൊസിഷൻസ് UNV ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് എക്സ്ട്രാ ലൈക്ക് ഇപ്പോൾ ഒരു കറണ്ട് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വീക്കിലി 10 hour കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 20 hour കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വരുന്നതാണ്. ആ രീതിയിൽ വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ റോൾ അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളുടെ ഡ്യൂ ഡിലിജൻസ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ്. ഓക്കെ സർ, താങ്ക് യു. കണ്ണൻ സർ ഒരു ചാറ്റ് ബോക്സിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ കണ്ടിന്യൂ ചെയ്തോ, ചോദിച്ചോളൂ. ഓക്കെ, ഹലോ, സോഷ്യൽ കേൾക്കാമോ? അല്ല, ഓക്കെ സാർ, അത് പറഞ്ഞോളൂ. ആൻസർ ചെയ്തിട്ട് ഞാൻ ചോദിക്കാം. ഓക്കെ ശരി, ഞാനത് ആ ക്വസ്റ്റ്യൻസ് സോഷ്യൽ സെക്ടേഴ്സ് എൻ്റെ നീഷല്ല, ബട്ട് സ്റ്റിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. സോഷ്യൽ സെക്ടറിൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നൊരു മേഖലയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സെൽക്കോയുടെ എക്സാമ്പിൾ പറഞ്ഞത്, സെൽക്കോ പോലുള്ള മേഖലകൾ അല്ലെങ്കിൽ സോഷ്യൽ എൻ്റർപ്രൈസുകൾ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്, പക്ഷേ അവരൊരു സോഷ്യൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന സംഘടനകളുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് അങ്ങനത്തുള്ള സംഘടനകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനികൾ വരുന്നുണ്ട്. ഇപ്പം റിന്യൂവബിൾ എനർജി, സോളാറുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള എൻ്റർപ്രൈസുകൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒരു സുഹൃത്ത് ഇപ്പം സ്പോർട്സ് യങ് പീപ്പിളിനിടയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ അല്ലെങ്കിൽ അത്ലറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സോഷ്യൽ എൻ്റർപ്രൈസുകൾ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഫോർ പ്രോഫിറ്റ് ഇനിഷ്യേറ്റീവുകൾ നിങ്ങൾക്ക് പല രീതിയിൽ ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള ചെറിയ ഓർഗനൈസേഷനുകളിൽ പാർട്ടാവാം, പല രീതിയിൽ പല പൊസിഷനുകളിൽ പാർട്ടാവാം. അല്ലെങ്കിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്റ്റ് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളൊരു മേഖലയിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഒരു സോഷ്യൽ പ്രോബ്ലം ഒരു ഫോർ പ്രോഫിറ്റ് ബിസിനസ് കൂടുതൽ എങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ കരുതുന്നത്. അപ്പോൾ അതും ചെയ്യാവുന്നതാണ്. സ്പെസിഫിക് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറയാവുന്നതാണ്. പക്ഷേ നിലവിൽ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്ന കമ്പനീസ്. ഗൂഞ്ച് ഒരു നല്ല എക്സാമ്പിളാണ് ഇന്ത്യയിൽ. ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി വായിക്കാവുന്നതാണ് ഓൺലൈനിൽ. അതെനിക്ക് 2 ചോദ്യങ്ങൾ അതിനെപ്പറ്റി ആയിരുന്നു എന്ന് തോന്നുന്നു, സോഷ്യൽ എൻ്റർപ്രണർഷിപ്പിനെ പറ്റി. താങ്ക് യു ഫൈസ്. ആദിത്യ? സാർ, ഞാനും ചോദിക്കാൻ വന്നത് തന്നെ സെയിം ചോദ്യം തന്നെയാണ്, അതായത് ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലെ ഓണ്ടർപ്രണർഷിപ്പിന്റെ സാധ്യതകളെ കുറിച്ച്. അത് പറഞ്ഞപ്പോൾ തന്നെ കൂടെ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത് പലതരത്തിലുണ്ട്. സോഷ്യൽ എൻ്റർപ്രൈസുകൾ തന്നെ ഫോർ പ്രോഫിറ്റ് ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ NGOs ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ NGOs ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഇൻക്യുബേറ്റർ പ്രോഗ്രാമുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇപ്പം IIM ബാംഗ്ലൂരിൻ്റെ ഇൻക്യുബേറ്റർ പ്രോഗ്രാം വളരെ ഫേമസ് ആണ്. ഇപ്പം ഇൻക്യുബേറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്കൊരു ഓർഗനൈസേഷൻ മൈൻഡിലുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അത് ഫിനാൻഷ്യൽ മീൻസിലാണെങ്കിൽ തന്നെ ആ തരത്തിലുള്ള എക്സ്പെർട്ടീസ് തരുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നിട്ട് നിങ്ങളെ ആ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ ടീച്ച് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് എന്ന് പറയുന്നൊരു ഫെലോഷിപ്പ് നിലവിലുണ്ട്. ടീച്ച് ഫോർ ഇന്ത്യയോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു പ്രോഗ്രാമാണ് ഇന്നോവേറ്റഡ് കൂടാതെ ദ സർക്കിൾ, ഇതുപോലെയൊക്കെയുള്ള സോഷ്യൽ ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. അത് ഇങ്ങനെയുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഫണ്ടിങ് നിങ്ങൾക്ക് കിട്ടും, എക്സ്പെർട്ടീസ് കിട്ടും, ഗൈഡൻസ് കിട്ടും. ഈ രീതിയിൽ കൂടെ നിങ്ങൾക്ക് എൻ്റർപ്രണർഷിപ്പിനെ കാണാവുന്നതാണ്. സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് എപ്പോഴും ഫോർ പ്രോഫിറ്റ് ആവണമെന്നില്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് ആണെങ്കിലും ഇന്ത്യയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ്, ആദിത്യ. യെസ് സാർ, യെസ്. Any other questions? Opportunities for finance and international development.
അബ്ദുൾ എക്കണോമിക്സിനെ പറ്റി കൂടുതൽ എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പം ഒരു ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്ത എക്കണോമിക്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഇതാണ് ഇന്റർനാഷണൽ ബാങ്കുകൾ, അല്ലെങ്കിൽ OECD പോലുള്ള സംഘടനകൾ, OECD പോലുള്ള മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ എപ്പോഴും അതിൻ്റെ ഓപ്പണിങ്സ് വരും. ലിങ്ക്ഡിനിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, OECDയുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റെലവൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ വരും. പക്ഷേ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായൊരു പ്രൊഫൈൽ അതിനനുസൃതമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അത്യാവശ്യ കാര്യമാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും അതിൻ്റേതായ റിലവൻറ്റ് ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യാം, റിലവൻറ്റ് ഫെലോഷിപ്പുകൾ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ ഒരുപാട് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അല്ലെങ്കിൽ നല്ലൊരു എക്കണോമിക്സ് പ്രൊഫസറിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ട് ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് പോലുള്ള ഫീൽഡിലേക്കാണ് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിലും വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ജേപാൽ സൗത്ത് ഏഷ്യ പോലുള്ള ഓർഗനൈസേഷൻസ് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന, പോവർട്ടി അലിവിയേഷൻ പോലുള്ള സബ്ജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന സംഘടനകളാണ്. ഇതൊക്കെ നോക്കാവുന്നതാണ്. ഇന്ത്യയിൽ ഇതിനൊക്കെ ഓഫീസുകളാണ്, സൗത്ത് ഏഷ്യയിൽ നല്ല പ്രസൻസ് ഉള്ള ഓർഗനൈസേഷൻസിലാണ്. ഇതൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് അബ്ദുൾ. യെസ്, എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ടെൽ മീ മോർ അബൌട്ട് യുവർ സെൽഫ്. ഇനി അതർ ക്വസ്റ്റ്യൻസ്? ഐ തിങ്ക് തുടക്കത്തിൽ ഞാൻ എൻ്റെ പ്രൊഫൈലിനെ പറ്റി കൂടുതൽ സംസാരിച്ചു. ഇനി ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോറടിക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫൈൽ സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. I joined late. Could you please suggest some institutions, scholarships for education studies, masters, PhD? സോ അതൊരു വലിയ ബ്രോഡർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു യൂണിവേഴ്സിറ്റി പറഞ്ഞാലും ആ യൂണിവേഴ്സിറ്റിയിൽ എന്താണ് കറണ്ട് റിസർച്ച്, അല്ലെങ്കിൽ ഷംജാസിൻ്റെ ഇപ്പോഴത്തെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, ഇതൊക്കെ അലൈൻഡാക്കി വരിക എന്ന് പറയുന്നത് ഒരു എക്സോസ്റ്റീവ് പ്രോസസ്സാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനായിരിക്കും എംഫസിസ് കറൻ്റ്ലി, വേറൊരു യൂണിവേഴ്സിറ്റി വേറൊരു ഇതിലായിരിക്കും. അപ്പം ഒരു കൃത്യമായ യൂണിവേഴ്സിറ്റി പറയുക എന്നുള്ളത് എനിക്ക് ഒരു കൃത്യമായിട്ടില്ല. പക്ഷേ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ആണെങ്കിൽ NIE, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ കൊളംബിയയിലെ ടീച്ചേഴ്സ് കോളേജ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസിൽ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇപ്പം ചെയ്യാവുന്ന വേറൊരു കാര്യം, ഇറാസ്മസ് സ്കോളർഷിപ്പുകൾ താല്പര്യമുള്ള ആളാണെങ്കിൽ ഗ്ലോബ് ഡെപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഗ്ലോബൽ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷനോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ. പക്ഷേ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു നവംബറിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് വിളിക്കുന്നത്. മാസ്റ്റേഴ്സ് ആണ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് ഷംജാസിന്. പക്ഷേ ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് പോലും ഒരു ബ്രോഡർ ഏരിയ ആണ്. ആ ഏരിയയിൽ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊഫസറിനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഷംജാസിൻ്റെ കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ ആയിരിക്കണം. ഏത് പ്രൊഫസറിനെ പോകണം, ഏത് ടോപ്പിക് എടുത്താൽ അവരുടെ കറണ്ട് റിസർച്ചുമായിട്ട് മാച്ച് ചെയ്യും എന്നൊക്കെ ഉള്ളത് ഷംജാസ് തന്നെ സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഐഡ് ബി ഹാപ്പി ടു provide support or guidance. Thank you, Shamjaz. Perfect. Anyone else? നമുക്കിനിയും കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ദെൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് അപ്ഡേറ്റ്സ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സാർ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കണ്ണൻ സാർ എൻ്റെ സീനിയർ കൂടിയായിരുന്നു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കോൺഫറൻസുകളിലൊക്കെ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തൊരു ഫ്രണ്ടും കൂടിയാണ്. ഒരുപാട് സന്തോഷം, നല്ലൊരു സെഷൻ ആയിരുന്നു. തീർച്ചയായും ഇനി അങ്ങോട്ട് പോളിഗ്രേഡിന്റെ ജേർണിയിൽ ഇതുപോലെയുള്ള നല്ല സെഷനുമായിട്ട് കൂടെ ഉണ്ടാവണം. അതുപോലെ പോളിഗ്രേഡിന്റെ അപ് ടു ഡേറ്റ് മറ്റു സെഷനുകൾ വരുന്ന വീക്കുകളിൽ നടക്കുന്നുണ്ട്. എല്ലാവരും പ്രോഗ്രാമിൽ പങ്കെടുക്കുക. തീർച്ചയായും പൊളിറ്റിക്കൽ സയൻസിൽ അല്ലെങ്കിൽ IR വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു യങ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ടൊന്നും നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും വെറും കോച്ചിങ്ങിൽ ഒതുങ്ങാതെ ഒരുപാട് മേഖലയിൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് പോളിഗ്രേഡ്. തീർച്ചയായും നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ നമുക്ക് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു, ഡൗട്ട്സ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്ത് അയച്ചു തരും. സാർ ഗൈഡ് ചെയ്യാൻ തയ്യാറാണെന്ന് അറിയാം. തീർച്ചയായും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം. അതുപോലെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് വോട്ട് ഓഫ് താങ്ക്സ് അറിയുന്നതിന് വേണ്ടി നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ ഷിഫ്ന മാം ഉണ്ട്. മാം പ്ലീസ്.
ഗുഡ് ഈവനിങ് ടു ആൾ. അപ്പം നമ്മൾ പോളിഗ്രാഡിന്റെ അപ് ടു ഡേറ്റ് സീരീസിന്റെ ഈ വീക്കിൽ നമ്മൾ കരിയർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക്കിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ ടോപ്പിക്കിൽ നമ്മളെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയ ഫാക്കൽറ്റീനെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, കണ്ണൻ രഘുനാഥൻ സർ. അപ്പം ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഇതിലേക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ സർ സംസാരിച്ചു. അതുപോലെ തന്നെ സാറിന്റെ പേഴ്സണൽ ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ എല്ലാ ഡൗട്ട്സും വളരെ താല്പര്യത്തോടെ തന്നെ ക്ലിയർ ചെയ്തു കൊടുത്തു. അപ്പൊ നമുക്ക് ഇനിയും സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. സോ താങ്ക് യു സോ മച്ച് സർ, നമ്മുടെ കൂടെ ഈ ഒരു ജേർണിയിൽ ഭാഗമായിട്ടുള്ളത്, ഇത്ര നല്ലൊരു സെഷൻ നമുക്ക് തന്നതിന് എന്റെയും പോളിഗ്രാഡിന്റെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ നമ്മുടെ സെഷനിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇനിയും നമ്മുടെ അപ് ടു ഡേറ്റ് പ്രോഗ്രാംസ് ഉണ്ടാവും എല്ലാ വീക്കിലും. അപ്പം അതിലെല്ലാവരും പങ്കെടുക്കുക. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും എന്റെയും പോളിഗ്രാഡിന്റെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ.